കേരളത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കളും അവരുടെ മക്കളുമൊക്കെ തന്നെ ബി.ജെ.പിയിലേക്ക് കയറുന്ന ഒരു കാലമാണിത്. കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം അവർക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കളെ ജയിപ്പിച്ച് വിട്ടാൽ അവർ ബി.ജെ.പിയിൽ പോകില്ല എന്ന് യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു എല്ലിൻ കഷ്ടം കിട്ടിയാൽ അത് പിടിച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കളും മക്കളുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ഭാഷയിൽ വിമർശിച്ചത്. ആ വിമർശനം നമുക്കൊന്ന് കേൾക്കാം. ഒപ്പം ഈ സമരാഗ്നി ജാഥയെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അദ്ദേഹം പറയുന്നുണ്ട്. അതും ഒന്ന് കാണാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ സാധാരണഗതിയിൽ പറയാൻ കഴിയുന്നതല്ല. കാരണം പലതും പരസ്യമായി വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഇന്ന് പരസ്യമായല്ലോ. നേരെ ബി.ജെ.പിയിലേക്ക് ചേർന്നല്ലോ. എന്താണ് അവസ്ഥ കോൺഗ്രസിൻ്റെ? ഇന്ന് ചേർന്നയാൾ മാത്രമാണോ ബി.ജെ.പിയിലേക്ക് പോകുന്നത്? ബി.ജെ.പിയുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയാണല്ലോ, ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല, ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ. വിലപേശലാണ്. വിലയുറപ്പിച്ചവരുണ്ട്. കൃത്യമായി വിലയുറപ്പിച്ച് നിൽക്കുകയാണ്. പറ്റിയ സമയത്ത് മാറാമെന്ന വാഗ്ദത്തമുണ്ട്. ഇതല്ലേ അവസ്ഥ? അപ്പോ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനെ ഇയാൾ കോൺഗ്രസ് ആണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയിപ്പിക്കുക? ഇന്നത്തെ കോൺഗ്രസ് നാളെ കോൺഗ്രസ് ആയിരിക്കുമെന്നതിന് എന്താണ് ഉറപ്പ്? നാളെ ബി.ജെ.പി ആകില്ല എന്നതിന് ഉറപ്പെന്ത്? ഇവിടെ വേണ്ടി വന്നാൽ ഞാൻ ബി.ജെ.പിയിലേക്ക് പോകും, നിങ്ങളെ ആരുടെയും സീറ്റ് വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു? മറന്നുപോയോ? പരസ്യമായല്ലേ നല്ല ഹുങ്കോടെ പറഞ്ഞത്. എത്ര മഹത്വത്തോടെയായിരുന്നു ആർ.എസ്.എസിന് സംരക്ഷണം ഒരുക്കിയതിൻ്റെ അവകാശവാദം. അത് വെറും അവകാശവാദത്തിലും വീരസ്യം പറച്ചിലും മാത്രം നിൽക്കുന്നതാണെന്നാണോ ധരിക്കുന്നത്? എന്തെല്ലാം അണിയറക്കുള്ളിൽ നടക്കുന്നുണ്ടാവും. ഇപ്പോ KPCC ജനറൽ സെക്രട്ടറി, നേരത്തെ IT സെൽ തലവൻ, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ, ഇതല്ലേ ഇവരെ ബി.ജെ.പിക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ? ഇവിടുത്തെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയുടെ പേരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. വർഷമധികമായില്ലല്ലോ. അത് കഴിഞ്ഞ് ഇത്രയും വർഷമാകുമ്പോഴേക്ക് 2.5 വർഷമാണല്ലോ കഴിഞ്ഞത് പിന്നിട്ടത്. അപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നതാണ്. ധർമ്മടം തന്നെ ഉൾക്കൊള്ളുന്ന കണ്ണൂർ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ്. അടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നു എന്നാണ് ധരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരി നേരെ ബി.ജെ.പിയിൽ ചേർന്നും കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയല്ലേ നടക്കുന്നത്? അപ്പോൾ ഏത് കോൺഗ്രസ്സുകാരൻ, ഏത് കോൺഗ്രസ്സുകാരി എപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകും
എന്നത് ആർക്കും പറയാത്ത അവസ്ഥ. നിന്ന നിൽപ്പിൽ BJPയിലേക്ക് കരണം പറഞ്ഞ് താൻ വർഗീയത പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലപാടെടുക്കാൻ മടിയില്ലാത്ത ഒന്നായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത് BJPക്കെതിരായ ഒരു സമരം മാത്രമല്ല. ഈ തെരഞ്ഞെടുപ്പ് BJP അനുകൂലിക്കാനിടയുള്ള ഇത്തരക്കാരുണ്ട്. ആ അവസരവാദികൾക്കെതിരെയുള്ള സമരം കൂടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. അത്തരം അവസരവാദികളെ കൂടി പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. BJPയെ കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അവരേത് തരത്തിലുള്ള കളി കളിച്ചാലും കേരളത്തിൻ്റെ മനസ്സിനെ ഒപ്പം നിർത്താനാകില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഞങ്ങളിപ്പോൾ മതനിരപേക്ഷമാണെന്ന് പറഞ്ഞ് നാളെ BJP ആകാനിടയുള്ള ആളുകളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. നമ്മൾ അത്തരം ആളുകളെ കൂടി പരാജയപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് ദിവസം മുൻപ് ഇവരുടെ ഒരു യാത്രയുണ്ടായിരുന്നല്ലോ. എന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ. അതിന് പേരൊന്നും പേരിന് ചില അർത്ഥങ്ങളുണ്ടാകണമല്ലോ. ആ അർത്ഥത്തിനനുസരിച്ചല്ലാത്തത് കൊണ്ട് പേര് നമ്മൾ പറയേണ്ടതില്ല. അവർ ജാഥ നടത്തി, തമ്മിൽ വേണ്ടത്ര അടിച്ചു, പിന്നെ പരസ്യമായി പിന്നെ എങ്ങനെ പറയണം എന്നുള്ളത് KPCC പ്രസിഡന്റ് തന്നെ കാണിച്ചു കൊടുത്തു. അതെല്ലാം പരസ്യമായിട്ട് കണ്ടതാണല്ലോ. അവസാനം സമാപനത്തിന് ആരാ വന്നത്? ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു. നല്ലത്. രാജ്യത്ത് കോൺഗ്രസിനുള്ള ഒരു മുഖ്യമന്ത്രി, അത് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് തിരിച്ച് തെലങ്കാനയിൽ പോയി. തെലങ്കാനയിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? നരേന്ദ്രമോദി തനിക്ക് വല്യേട്ടനെ പോലെയാണ്. എങ്ങനെയുണ്ട്? മോദിയെ വല്യേട്ടനായി അംഗീകരിക്കുന്ന മുഖ്യമന്ത്രി. ഈ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് നാണം എന്ന് പറയുന്ന ഒന്നുണ്ടോ? പ്രധാനമന്ത്രി വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകൂപ്പി വണങ്ങി. എന്തെല്ലാം പുകിലായിരുന്നു! ഏതൊക്കെ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കിയത്? സാധാരണ മര്യാദ അനുസരിച്ച് ചെയ്യുന്ന കാര്യമല്ലേ അതൊക്കെ? ആ മര്യാദയാണോ തനിക്ക് വല്യേട്ടനാണ് നരേന്ദ്രമോദി എന്ന് മുഖ്യമന്ത്രി പറയൽ? അതല്ലേ തെലങ്കാന മുഖ്യമന്ത്രി കാണിച്ചത്? അപ്പോ അവിടെ നിർത്തിയില്ല. തെലങ്കാനയെ ഗുജറാത്ത് മോഡലിൽ വികസിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ ആഗ്രഹം അതാണെന്നാണ്. എവിടെയാ വ്യത്യാസം? എന്താണ് BJPയുമായുള്ള വ്യത്യാസം? BJPക്ക് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ നയവുമായിട്ട് എവിടെയാണ് വ്യത്യാസം? ഇവിടെ കോൺഗ്രസ്സുകാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അവര് കോൺഗ്രസിൽ നിന്ന് പിന്നെ BJPയിലേക്ക് ചാടിപ്പോവുകയാണ്. മറ്റൊരു കൂട്ടർ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു, BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ ഒരു അവസരത്തിൽ ചാടണമെങ്കിൽ ചാടും.